പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചേരി പുതിയാവ് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാം വാർഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ വരാനും ഈ വീഡിയോ എടുക്കാനും കാര്യമെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുണ്യപുരാണ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ക്ഷേത്രത്തിലെ ദൂരസ്ഥലങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് റോഡുണ്ട്. ആ റോഡിലൊരു വെള്ളക്കെട്ട് മൂലം ഈ ക്ഷേത്രത്തിലെ ഈ നാട്ടുകാരും അതുപോലെ ഈ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം വലിയ ദുരിതത്തിലാണ്. നമുക്കതിൻ്റെ കാഴ്ചയിലേക്കൊന്ന് പോകാം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 9ാം വാർഡ് പൊങ്ങൻപാറ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ് അഞ്ചേരി പുതിയാവ് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇത് ജലജീവൻ പദ്ധതിക്കായിട്ട് വെട്ടിപ്പൊളിച്ച റോഡാണ്. ഇതിൻ്റെ കുറച്ച് താഴെവശം ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ മുടക്കി മെയിൻ്റനൻസ് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെവശം എന്ന് പറയുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാം വാർഡാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രമോദിൻ്റെ വാർഡും കൂടെയാണ്. ആ വാർഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട റോഡിൻ്റെ ഒരു വെള്ളക്കെട്ടാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും സ്വകാര്യ വ്യക്തികളുടെ മതിലാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ അടുത്ത കാലത്താണ് ഈ 2.5 ലക്ഷം രൂപ മുടക്കി കോൺക്രീറ്റ് ചെയ്തത്. അതിൻ്റെ മുകളിലാണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകാൻ വേറെ എങ്ങോട്ടും ഒരു മാർഗമില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് വെള്ളം വലിയുന്നുമില്ല. അത് കാരണം ഇതിൽ വരുന്ന ഈ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വഴിയുടെ പണി തുടങ്ങിയ സമയത്ത് നമ്മുടെ വാർഡിലെ മെമ്പറും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ പ്രമോദ് ഇവിടെയുള്ള സമീപവാസികളോടെല്ലാം ഈ കാര്യങ്ങൾ സംസാരിച്ചതാണ്. അപ്പം കുറച്ച് ആൾക്കാരെങ്കിലും വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. റോഡ് കെട്ടിക്കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ഇവിടെ മണ്ണടിച്ച് നല്ലപോലെ ഉയർത്തണം, അങ്ങനെയുള്ള കാര്യം. പക്ഷേ അതിനുള്ള ഫണ്ടില്ല. ആകപ്പാടെ 2 ലക്ഷം രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ആരും സഹകരിക്കാതെ വന്നുകൊണ്ടാണ് 2 സ്വകാര്യ വ്യക്തികളുടെ മതിലിൻ്റെ നടുവശമാണ് ഈ വെള്ളക്കെട്ട്. ഇത് എങ്ങോട്ടും ഒഴുകി പോകാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇതിലെ വാഹനത്തെ ഞാൻ വന്ന സമയത്ത് വാഹനത്തിൻ്റെ തട്ട് വരെ വെള്ളം കയറി. അത്രയ്ക്കും വെള്ളമാണ്. ഒരു ഓട്ടോറിക്ഷ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഈ വാർഡിലുള്ള പലരുമായിട്ട് സംസാരിച്ചായിരുന്നു. നിങ്ങളൊരു പരാതി രേഖാമൂലം തരികയാണെങ്കിൽ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആരും പരാതി തരാൻ തയ്യാറായില്ല. എന്നാൽ ഇവിടെ അഞ്ചേരി പുതിയാവ് ദേവസ്വം ഭാരവാഹികൾ പരാതിയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഈ കാണുന്നത്. പൊങ്ങൻപാറ പുതിയാവ് റോഡിൽ പുതിയാവ് ക്ഷേത്രത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് ഇടതുവശത്തുള്ള വീടിന്റെ മതിൽക്കെട്ട് തുടങ്ങുന്ന ഭാഗത്ത് ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം അതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയേറെ തടസ്സമുണ്ടാകുന്നു. വെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുന്ന കല്ലും മണ്ണും പലപ്പോഴും ഇരുചക്രവാഹനക്കാർക്ക് അപകടവും സംഭവിക്കുന്നു. ആകയാൽ വെള്ളം ഒഴുക്കിക്കളയുന്നതിനാവശ്യമായ ഓട നിർമ്മിച്ച് വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമാറാകണമെന്ന് ഇതിനാൽ അപേക്ഷിച്ചുകൊള്ളുന്നു. ഇതാണ് പുതിയാവ് ദേവസ്വം ഭാരവാഹികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന പരാതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രം ഭാരവാഹികളുടെ പരാതി പരിഹരിക്കുക എന്നുള്ളത്. പഞ്ചായത്ത് അതിന് വേണ്ട നടപടി പെട്ടെന്ന് കൈക്കൊള്ളണം. പഞ്ചായത്തിന് തന്നെയല്ല, ഒരുപാട് യാത്രക്കാരുടെ ദുരിതത്തിനൊരു പരിഹാരമാണത്. ഈ പരാതി കൊടുത്ത ഡേറ്റ് 19-ാം തീയതിയാണ്. ഇതുവരെ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് ഇതിനെപ്പറ്റി തിരക്കുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏറെക്കുറെ 10-12 ദിവസമായി. പഞ്ചായത്തിൽ തിരക്കിപ്പോൾ അറിയാൻ സാധിച്ചത് AE വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള നടപടിയിലേക്ക് പോകുള്ളെന്നാണ് അറിഞ്ഞത്. അപ്പം എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് പഞ്ചായത്ത് അധികാരികളോടും AEയോടും ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മുടെയൊക്കെ വാർഡുകളിൽ റോഡുകളും എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് വെള്ളം ഒഴുകിപ്പോകാനുള്ള നല്ല രീതിയിലുള്ള ഓടകൾ ആദ്യം നിർമ്മിക്കുക. അതിനുശേഷമേ പണി തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ മുന്നോട്ട് ഇത്തരമുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാവും. അങ്ങനെ ഈ വർഷവും എന്റെ പ്രജകളെ കാണാൻ ഞാനെത്തി. Yeah.